1969 ജൂലൈ 21 മാനവചരിത്രത്തിലെ സുവർണ ദിനമായിരുന്നു. ഭൂമിയുടെ അതിർത്തികൾ മറികടന്ന് ചന്ദ്രനിലും മനുഷ്യസ്പർശം എത്തിയ ദിവസം. ഭൂമിയിൽ നിന്ന് 3,84,401 കിലോമീറ്റർ അകലം. ചിന്തിക്കാൻ കഴിയാത്ത ഈ ദൂരത്തേക്ക് അപ്പോളോ 2 എന്ന് പേരിട്ട ദൗത്യവുമായി 3 പേർ. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കിൾ കോളിൻസ് എന്നിവരെയും കൊണ്ട് 1969 ജൂലൈ 17 കൊളംബിയ കുതിച്ചുയർന്നു. ഫ്ലോറിഡയിലെ കേപ്പ് കെനഡിയിൽ നിന്നായിരുന്നു യാത്ര. ജൂലൈ 21 കൊളംബിയയിൽ നിന്ന് ഈഗിൾ എന്ന് പേരിട്ട ചന്ദ്രപേടകത്തിൽ ആംസ്ട്രോങ്ങും ആൽഡ്രിനും 1067 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക്. കൊളംബിയയുടെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് കോളിൻസ് അവർക്കായി ബഹിരാകാശത്ത് കാത്തുനിന്നു. ജൂലൈ 21 ഇന്ത്യൻ സമയം പുലർച്ചെ 1:48 ആദ്യമായി ഒരു മനുഷ്യന്റെ കാൽപാദം ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിഞ്ഞു. നീൽ ആംസ്ട്രോങ്ങിനായിരുന്നു ആ ഭാഗ്യം ലഭിച്ചത്. കുറച്ചു സമയത്തിനകം ആൽഡ്രിനും ചന്ദ്രനിലിറങ്ങി. ചന്ദ്രനിൽ അമേരിക്കയുടെ പതാക നാട്ടി. ഏകദേശം 21 മണിക്കൂർ ചന്ദ്രനിൽ ചെലവഴിച്ച ശേഷം ഈഗിളിനെ കൊളംബിയയുമായി കൂട്ടിച്ചേർത്ത് ഭൂമിയിലേക്ക്. ചന്ദ്രോപരിതലത്തിൽ അവരിറങ്ങിയ സ്ഥലം പ്രശാന്തിയുടെ സമുദ്രം എന്നറിയപ്പെട്ടു. മനുഷ്യന് ഒരു ചെറിയ കാൽവെപ്പ്, മാനവരാശിക്കു ഒരു വൻ കുതിച്ചുചാട്ടം എന്നായിരുന്നു നീൽ ആംസ്ട്രോങ് ദൗത്യത്തെ വിശേഷിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.